السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ലാ തങ്ങളുടെ ഹിക്മു അത്താഇയ്യ അല്ലെ ഹിക്മുൽ അത്താഇയ്യയിലെ അടുത്തൊരു ഹിക്മത്ത്. നിഅമതാനി മാ ഖറജ മൗജൂദുൻ അൻഹുമാ വലാ ബുദ്ദ ലികുല്ലി മുകവ്വനിൻ മിൻഹുമാ നിഅമത്തുൽ ഈജാദ് വ നിഅമത്തുൽ ഇംദാദ്. രണ്ട് അനുഗ്രഹങ്ങൾ. മാ ഖറജ മൗജൂദുൻ അൻഹുമാ, ഒരു മൗജൂദും ഒരു സൃഷ്ടികളും അതിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. വലാബുദ്ദ ലികുല്ലി മുകവ്വനിൻ മിൻഹുമ, സൃഷ്ടികൾക്ക് എല്ലാം അത് അത്യാവശ്യമാണ് താനും. കൗവൻ മഖ്ലൂഖ്, കൗവന അതിൻ്റെ മഖ്ലൂഖ്. നിഅമത്തുൽ ഈജാദി വ നിഅമത്തുൽ ഇംദാദി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രണ്ടനുഗ്രഹങ്ങൾ ഏതൊരു മഖ്ലൂഖിനും, മഖ്ലൂഖ് എന്ന് പറഞ്ഞാൽ മനുഷ്യനാവണമെന്നില്ല, ഏതൊരു സൃഷ്ടിക്കപ്പെട്ട വസ്തുവിനും അത്യാവശ്യമാണ്. ഒന്ന് നിയമത്തുൽ ഈജാദ്, പടക്കുക അല്ലേ, ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് വന്നല്ലോ, അതൊരു അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ ആ സൃഷ്ടിപ്പ് എന്നതാണ് ഒന്നാമത്തെ നിയമത്ത്. സൃഷ്ടിച്ചാൽ പോരല്ലോ, അല്ലെങ്കിൽ ഒരാൾ പടക്കപ്പെട്ടത് കാരണത്താൽ അയാൾക്ക് ഇവിടെ എല്ലാ രൂപത്തിലും ജീവിക്കാൻ കഴിയുമോ? ഇല്ല, ജീവിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് ജീവിക്കണമെങ്കിൽ ഓരോ നിമിഷവും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കണം. ആ നിയമത്തുകൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കണം. അപ്പോഴേ ഒരാൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുള്ളൂ. അവൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള ശേഷിയാണെങ്കിലും, സംസാരിക്കാനുള്ള ശേഷിയാണെങ്കിലും, മറ്റു സാമ്പത്തികം, എന്ത് കാര്യങ്ങളാണെങ്കിലും എല്ലാം അള്ളാഹുവിൽ നിന്ന് കിട്ടിയിട്ട് വേണം. അപ്പോൾ അതാണ് മദദ്. അപ്പോൾ ഈജാദ് എന്നൊരു നിയമത്തും പിന്നെ ഇംദാദ്, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായത്തിൻ്റെ ഒരു നിയമത്തും ഏതൊരു മനുഷ്യനും അത്യാവശ്യമുള്ള കാര്യമാണ്. ഇതുപോലെ തന്നെ ഇതിനോട് സാമ്യമായിട്ടുള്ള മറ്റൊരു ഹിക്മത്താണ് അനാമ അലൈക അവ്വലൻ ബിൽ ഈജാദ് വസാനിയം ബി തവാലിൽ ഇംദാദ്. അള്ളാഹു നിനക്ക് ആദ്യം നിയമത്ത് നൽകി ബിൽ ഈജാദി, നിന്നെ പടക്കൽ കൊണ്ട്, സൃഷ്ടിക്കൽ കൊണ്ട്, പിന്നെ ബി തവാലിൽ ഇംദാദ്, അള്ളാഹുവിൻ്റെ സഹായം ഇങ്ങനെ തുടർത്തൽ കൊണ്ട്. ഓക്കെ, അള്ളാഹു നിങ്ങൾക്ക് തുടർത്തി തന്നു അവൻ്റെ അനുഗ്രഹങ്ങൾ, സഹായങ്ങൾ. അപ്പോൾ എന്താണ് നിഅമത്തുൽ ഈജാദ്, നിഅമത്തുൽ ഇംദാദ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഖദ് ഖലഖതുക വലം തകു ശൈഅ, നിന്നെ ഞാൻ പടച്ചു, വലം തകു ശൈഅ, നീ ഒന്നുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അദമിലായിരുന്നു, ഇല്ലായ്മയിലായിരുന്നു. ഇല്ലായ്മയിൽ നിന്ന് നിന്നെ പടച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ അതിൽ നിന്ന് പുറത്തേക്കെത്തി ഈജാദ് അല്ലെങ്കിൽ ഇവിടെ സൃഷ്ടിക്കപ്പെടുക എന്ന ഒരു വിശേഷണത്തിലേക്ക് എത്തിയപ്പോൾ ഒന്നാമത്തെ നിയമത്ത് കിട്ടി. രണ്ടാമത്തെ നിയമത്തോ അള്ളാഹുവിൻ്റെ സഹായമാണ്. ഏതൊരു മനുഷ്യനും അള്ളാഹുവിൻ്റെ സഹായം അത്യാവശ്യമാണ്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് അല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. ഇതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഇനങ്ങളുണ്ടാവും. നിയമത്തിൽ ഇംദാദ് എന്ന് പറഞ്ഞാൽ അതന്നെ അള്ളാഹുവിൻ്റെ സഹായം എന്ന് പറഞ്ഞാൽ പല സഹായങ്ങളുണ്ടാവും. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ ആലോചിച്ചാൽ കിട്ടും അള്ളാഹുവിൻ്റെ നിയമത്തുകളെ കുറിച്ച്. അള്ളാഹുവിൻ്റെ നിയമത്തിനെ കുറിച്ച് ആലോചിച്ചാൽ ലാ തുഹ്സുഹാ വ ഇൻ തഅദ്ദു നിഅമത്തുല്ലാഹി ലാ തുഹ്സുഹാ എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. നിയമത്തിങ്ങനെ എണ്ണി നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നിയമത്തിനെ കുറിച്ച് തന്നെ എണ്ണി നോക്കുകയാണെങ്കിൽ, ഒരൊറ്റ നിയമത്തിനെ എണ്ണി നോക്കുകയാണെങ്കിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ നിയമത്തിനെ കുറിച്ച്
ഒരു പരിധിയിലേക്ക് എത്താൻ നമുക്ക് സാധിക്കില്ല എന്നതാണ് യഥാർത്ഥത്തിൽ. ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു എവിടുന്ന് ഈ ഇംദാദിൻ്റെ അവിടെ നിന്ന് തുടങ്ങുന്നുണ്ട്. ഇംദാദ് തന്നെ ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ആരംഭിക്കുന്നു. ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിലാകുമ്പോൾ ആ കുഞ്ഞിനെ എന്തെല്ലാം രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സെറ്റാക്കിയിട്ടുള്ളത്. അവനുള്ള സംരക്ഷണം, അവനുള്ള ഭക്ഷണം തുടങ്ങിയിട്ടുള്ള ഏത് കാര്യങ്ങളും. അവൻ പുറത്തെത്തിയത് മുതൽ ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് വളരുന്ന ഘട്ടങ്ങൾ, മുലപ്പാൽ ചുരത്തുന്നത്, ആ കുഞ്ഞിന് വേണ്ടി മാത്രം മുലപ്പാൽ വരുന്നത്, അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ സമയങ്ങളും ഇങ്ങനെ എത്തി ഇങ്ങനെ അവൻ്റെ ഓരോ പ്രായങ്ങൾ, ആ പ്രായങ്ങളിലൊക്കെ ഓരോ സംരക്ഷിക്കാനുള്ള ആൾ. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻക്കൊരു വഴി കാണിച്ചു കൊടുക്കുന്നു. ഇതിൻ്റെ അടിയിലൊക്കെ ഓരോ നിയമത്തുകളുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്ക് ഇത് സംസാരിക്കാൻ മൈദേഹ സാധനങ്ങളൊക്കെ. അതേസമയം പിന്നെ ഈ ഭാഗത്ത് ആ ഇബാദത്തുകൾക്ക് ഇതിങ്ങനെ മരിച്ചു കഴിഞ്ഞു പോയാലും മരിച്ചാൽ ഈ ഇബാദത്തുകൾക്ക് അനുസരിച്ചുള്ളത് എല്ലാം അള്ളാഹുവിൻ്റെ നിയമത്തുകൾ തന്നെ. ഓരോ നമ്മൾ മുമ്പ് സംസാരിച്ചതാണ്. ഏതൊരു നിയമത്തിൻ്റെയും വലിപ്പം അതിലൊന്നും ഇല്ലാതായാൽ നമുക്ക് മനസ്സിലാകും. രണ്ട് കണ്ണാണെങ്കിലും ആ കണ്ണില്ലാതാകുമ്പോൾ കണ്ണിൻ്റെ വില അറിയുമെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ബുദ്ധി അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ നിയമത്താണ്. ഒരു 5 മിനിറ്റ് ഒരു മനുഷ്യനിൽ നിന്ന് 5 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 4 സെക്കൻഡ് ഒരു മനുഷ്യനിൽ നിന്ന് ബുദ്ധി നീങ്ങിയാൽ അവൻ്റെ അവസ്ഥ എന്താകും? ആകെ മാറും. അപ്പോഴാണ് നമുക്ക് അള്ളാഹുവിൻ്റെ ഒരു ബുദ്ധി എത്രത്തോളം അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുക. ഏതെങ്കിലും രൂപത്തിൽ മത്തായിട്ടോ മറ്റൊക്കെ ബുദ്ധി അല്പം നീങ്ങിയാൽ അദ്ദേഹത്തിന് ബോധമില്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ചിന്തിക്കാനുള്ളൊരു കാരണമാകും. നമ്മളൊക്കെ എത്രത്തോളം നിസ്സാരമാണ്, അല്ലെങ്കിൽ ഈ ബുദ്ധിയുടെ വലിപ്പം എത്രയാണ്, അനുഗ്രഹം എത്രയാണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ. അപ്പോൾ ഇത്തരത്തിൽ ദോഹിറത്തായിട്ട് കാണുന്ന നിയമത്തുകളുണ്ട്, ബാത്തിനായിട്ട് കാണുന്ന നിയമത്തുണ്ട്. ബാത്തിനായതാണ് ഈ പറഞ്ഞ പോലെ ബുദ്ധി. മാത്രമല്ല ഈമാൻ്റെ ഒക്കെ ഒരു നിയമത്ത് എത്രയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ കുറേ പണിയെടുത്തിട്ടാണോ ഈ ഈമാൻ നമ്മുടെ ദേഹത്തേക്ക് വന്നത്? ഈ ഈമാനിലേക്ക് നമ്മളെ എത്തിച്ചു എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു നിയമത്താണ്. ആ ഈമാനിൽ തുടർന്നു പോവുക എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദീതനാ എന്ന് നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും നിയമത്ത്, ലോഹിറത്ത്, ബാത്തിനത്ത് ഇങ്ങനെ പല രൂപങ്ങളിലുള്ള നിയമത്തുകളുണ്ടാകും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിച്ച. പിന്നെ എങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ ഈജാദാണ് പറഞ്ഞത്. ഈജാദിലെ എങ്ങനെയാണ് ഈജാദ് നിയമത്തായി മാറുക? അള്ളാഹു നമ്മെ പടച്ചത്, ഒരു മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പടച്ചത് അവനക്ക് നിയമത്ത്. എങ്ങനെയാണ് നിയമത്താവുന്നത്? നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്തരമായൊരു ലക്ഷ്യമാണ്. അള്ളാഹുവിൻ്റെ ഖലീഫയാവുക എന്നുള്ളതാണ്. ഇന്നി ജായിലും ഫിൽ അർദി ഖലീഫ, അള്ളാഹുവിൻ്റെ ഭൂമിയിലെ പകരക്കാരൻ അല്ലെങ്കിൽ ഈ ഖലീഫ, ഒരു പ്രതിനിധി എന്ന രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞേക്കുന്നത്. അള്ളാഹുവിൻ്റെ ഡ്യൂട്ടി ഇവിടെ ചെയ്യാനുള്ളതൊന്നുമല്ല. അള്ളാഹു ചില കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ അവിടെ നിർവഹിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞയച്ചതാണ്. ഖാദിമിൻ്റെ വില മഖ്ദൂമിനനുസരിച്ച് മാറുമല്ലോ. ആർക്കാണോ സേവനം ചെയ്യണത്, ആരുടെ കൽപ്പന അനുസരിച്ചാണോ നമ്മൾ പ്രവർത്തിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിനനുസരിച്ചായിരിക്കും നമ്മുടെയും വില. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ അബ്ദ് എന്ന് പറയുമ്പോൾ വില കൂടുന്നത്. മറ്റൊരാളുടെ സൃഷ്ടിയുടെ അടിമയല്ല,
ഉടമയുടെ അടിമയാണ്, യഥാർത്ഥത്തിലുള്ള ഉടമയുടെ അടിമയാണ്. അപ്പോൾ ആ അടിമയുടെ സ്ഥാനം കൂടുകയാണ് ചെയ്യുക. മറ്റേതെങ്കിലും ഒരു മനുഷ്യൻ്റെ അടിമ എന്നുള്ളത് സ്ഥാനം കുറയുകയും ചെയ്യുന്നു. അല്ല, അടിമത്വം പല രൂപത്തിലുണ്ടാകാം. അപ്പോൾ ഏതായാലും അള്ളാഹുവിൻ്റെ ഖലീഫയായിട്ടാണ് നമ്മൾ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. അള്ളാഹു നമ്മെ പറഞ്ഞയച്ചതാണ്. വലിയൊരു മഹത്തായൊരു ദൗത്യം. ആ ദൗത്യത്തിന് വേണ്ടി നമ്മെ തിരഞ്ഞെടുത്തതാണ്. അപ്പം നിയാമത്താണ്, ഒരു തൗഫീഖല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഭൂമിയിൽ തന്നെ എന്തെങ്കിലും ഒരു കാര്യം, ആരെങ്കിലും ഒരു ദൂതനായിട്ട് പോവുക, വലിയ ഒരാളുടെ ദൂതനായിട്ട് പോവുക, രാജാവിൻ്റെ ഇതൊക്കെ ആയിട്ട് പോവുക എന്നുള്ളത് നമുക്കൊരു ബഹുമതിയാണ്. അതിനേക്കാൾ 10 മടങ്ങ് ബഹുമതിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനും സെറ്റ് ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ചെയ്യേണ്ട പണി വസ്തഅമറക്കും ഫീഹാ എന്നുള്ളത് പറയുന്നുണ്ട്. നിങ്ങളുടെ ഇമാറത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഭൂമിയിലെ നല്ല കാര്യങ്ങളൊക്കെ നിർവഹിക്കുക, ഇഖാമത്തുൽ അദ്ൽ, നീതി നിർവഹണം നടത്തുക, ഖിസ്ത് നടത്തുക, മായിലിഹ. മാത്രമല്ല അള്ളാഹുവിൻ്റെ അഹ്കാം, ഇതെല്ലാം. അപ്പോൾ ഒരു മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ മഹത്തായൊരു ദൗത്യമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അത് എന്തായി മാറണം? നിയമത്താണ്, മഹത്തായൊരു നിയമത്താണ്. നിയമത്തിന് വേണമെങ്കിൽ, നിയമത്വമാണെങ്കിൽ ഈ ഖലീഫയായിട്ട് അവിടെ നിൽക്കണമെങ്കിൽ അവർക്ക് ജീവൻ, ഹയാത്ത് എന്നുള്ളൊരു സാധനം വേണം. അപ്പോൾ ഹയാത്ത് നിയമത്താണ്. എന്നാൽ ഈജാദ്, സൃഷ്ടിപ്പ്, അല്ലെങ്കിൽ ജീവൻ കിട്ടി അവനിവിടെ ജീവിക്കുക എന്നുള്ളതിലൂടെയാണ് എന്ത് വരുന്നത്? ഖിലാഫത്ത് വരുന്നത്. അപ്പോൾ ഖിലാഫത്തിന് ഹയാത്ത് അത്യാവശ്യമായത് കാരണത്താൽ ഈ ഹയാത്ത് ഇവിടെ സൃഷ്ടിക്കപ്പെടുക എന്നുള്ളത് അനുഗ്രഹമാണ്. ഇതുപോലെ സമ്പത്ത്, നമ്മൾക്കിപ്പോൾ സമ്പത്ത് യഥാർത്ഥത്തിലൊരു ആവശ്യമുണ്ടോ? ഇല്ല, സമ്പത്ത് നമ്മൾക്ക് അത്യാവശ്യമൊന്നുമില്ല. സമ്പത്ത് കൊണ്ട് വേറെ പലതും നേടാൻ പറ്റും. ആ നേട്ടത്തിന് കാരണം സമ്പത്താണ്. അതുകൊണ്ടാണ് സമ്പത്ത് അനുഗ്രഹമായി മാറുന്നത്. ഓക്കെ, വീടുണ്ടാക്കാൻ സമ്പത്ത് വേണം. അതുകൊണ്ട് സമ്പത്ത് എന്താവുന്നു? അനുഗ്രഹമാകുന്നു. വാഹനം വാങ്ങാൻ സമ്പത്ത് ആവശ്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യം വണ്ടി, വാഹനം അല്ലെങ്കിൽ വീടൊക്കെയാണ്. അതിലേക്കുള്ള വസീലയാണ്. അതുപോലെ ഈ അള്ളാഹുവിൻ്റെ ഖിലാഫത്തിനുള്ള വസീലയാണ്, അല്ലെങ്കിൽ വഴിയാണ് ഇത് ജീവൻ, ഹയാത്ത് എന്നുള്ളത്, അല്ലെങ്കിൽ ഇവിടെ വുജൂദ്, ഇവിടെ ഉണ്മയിൽ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അത് അനുഗ്രഹമാണ്. യെസ്. പിന്നെ അതിലെ മറ്റൊന്നാണ് ഈജാദ്. അപ്പോൾ ഈജാദിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഇംദാദ്. ഇംദാദ് എന്ന് പറഞ്ഞാൽ അല്ലേ, ഈ അള്ളാഹുവിൻ്റെ ഇസ്തിംറാർ, തവാലിൽ ഇംദാദ്, അള്ളാഹുവിൻ്റെ സഹായം ഇങ്ങനെ തുടർച്ചയായിട്ട് വരിക എന്നുള്ളത്. ഇതൊന്നില്ലാതെ ഒരു സാധനം ഉണ്ടാവില്ല. ഇന്നല്ലാഹ യുംസിക്കു സ്സമാവാതി വൽ അർള അൻ തസൂല. ഭൂമിയെയും ഗ്രഹങ്ങളെയും അള്ളാഹു പടച്ചു, അഞ്ഞു കഴിഞ്ഞു, അങ്ങനെയാണോ? അല്ലല്ല. ഈ ഭൂമിയും ഗ്രഹങ്ങളും അതിൻ്റേതായിട്ടുള്ള അളവുകളിൽ, തോതിൽ, അല്ലേ, അതിൻ്റെ ഡിസ്റ്റൻസ്, ഒന്ന് അങ്ങോട്ട് പോയാൽ സൂര്യൻ്റെ ചൂട് കൂടുകയും ഒന്ന് ദൂരേക്ക് പോയാൽ സൂര്യനിൽ നിന്നുള്ള ചൂടില്ലാതായി തണുത്തുറയുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഭൂമിക്ക്. അങ്ങനെ എല്ലാ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും പ്രപഞ്ചങ്ങളെയും മുഴുവൻ അതിൽ നിലനിർത്തുക, അതിൻ്റെ താളം തെറ്റാതെ നിലനിർത്തുക എന്നത് അള്ളാഹുവിൻ്റെ വലിയ ഖയ്യൂമുസ്സമാവാതി വൽ അർള്, അല്ലേ, ഭൂമിയിൽ. അങ്ങനെ ഏത് മനുഷ്യൻ്റെയും എല്ലാ സാധനങ്ങളും മനുഷ്യർക്ക്. അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും അള്ളാഹുവിൻ്റെ സഹായം കിട്ടിക്കൊണ്ടേയിരിക്കണം. മൃഗങ്ങൾ, മറ്റു ജന്തുക്കൾ എല്ലാം ഇപ്രകാരം തന്നെ. അപ്പോൾ ഏത് സമയത്തും അള്ളാഹുവിലേക്ക് ആവശ്യമുള്ളവനാണ്. ആ ആവശ്യമുണ്ടെന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഒരു മേന്മ. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദർ റഹിമഹുല്ലാഹ് തന്നെ പറയുന്നുണ്ട്, ഖൈറു ഔഖാതിക വഖ്തുൻ തശ്ഹദു ഫീഹി വുജൂദ ഫാഖതിക വതറദ്ദു ഫീഹി ഔ തുറദ്ദു ഫീഹി ഇലാ വുജൂദി ദില്ലതിക. ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ നിൻ്റെ ഫഖർ വെളിവാകുന്ന സമയമാണ്. പറഞ്ഞാൽ നീ അള്ളാഹുവിലേക്ക് ആവശ്യമുള്ളവനാണ് എന്ന് തിരിച്ചറിയുന്ന, അല്ലെങ്കിൽ അതിങ്ങനെ ആ ബോധമുണ്ടാകുന്ന സമയമാണ് ഏറ്റവും വലിയ സമയം. അപ്പോൾ മനുഷ്യന്മാർ എപ്പോഴും നിയമത്തിനെക്കുറിച്ച് ആലോചിക്കുക. നിയമത്തിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് ഒന്നുമില്ല, പൂർണ്ണമായും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ് ഈ നിയമത്തുകളെല്ലാം എന്ന് ഒരു
മനുഷ്യന് ബോധ്യമാവുക. ആ സമയമാണ് ഏറ്റവും നല്ല സമയം. ഓക്കെ, അല്ലാഹു യുവഫിഖ്. ശുക്രൻ, ജസാക്കുമുല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.